കലുഷിതമായ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം ഇത്രയേറെ അല്ലെങ്കിൽ കേരളം തന്നെ ഇത്രയേറെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയ സ്വർണ്ണക്കടത്താണ്. നയന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം കടത്തി. ഖുറാന്റെ മറവില്, അതോടൊപ്പം തന്നെ ഈന്തപ്പഴത്തിന്റെ മറവിലൊക്കെ സ്വർണ്ണം കടത്തിയത് നിരവധിയായ ആക്ഷേപങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി. അതൊക്കെ സത്യം തന്നെയാണ്. നിരപക്ഷത്തിൽ കടത്തിയ ആളുകൾ, എനിക്കൊന്ന് സ്വർണം കടത്തിയ ആളുകളും അത് മുക്കിയ ആളുകളും തമ്മിലുള്ള ശീതസമരമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ജലീലും നമ്മുടെ അൻവറും ചേർന്നാണ് ഈ സ്വർണ്ണം കടത്ത് നേതൃത്വം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അവർ കടത്തിയ സ്വർണം ADG ഉൾപ്പെടെയുള്ള ആളുകൾ, ശശി ഉൾപ്പെടെ ആളുകൾ അതിനകത്ത് കുറെ എടുത്ത് അടിച്ചു മാറ്റി എന്നുള്ളതാണ് യഥാർത്ഥ സത്യമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പൊ സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കടത്തുകാരും അല്ലെങ്കിൽ ഇത് സ്വർണ്ണം കടത്തിയവരും ഇത് മുഖ്യവരും തമ്മിലുള്ള ശീതസമരം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് വരെ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ആ നിലയിലാണല്ലോ അൻവർ എന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ കൊടിയ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഇത് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ എന്താ പറയുക, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം നമ്മളിന്ന് നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഗതികളുണ്ട്. നമ്മുടെ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിന് നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ നാണക്കേട് ഒഴിവാക്കണമെന്നാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇത് നമുക്ക് ആകെ വലിയ ശാപമായി മാറിയിരിക്കുന്നു. അഴിമതി മാത്രമല്ല, വിലക്കയറ്റം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ ചർച്ചകൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചാനൽ തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുന്നില്ല, കാർഷിക വിളകളുടെ വില തകർച്ച ചർച്ച ചെയ്യപ്പെടുന്നില്ല, കേരളത്തിലെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാം ഇതിനകത്ത് മൂടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ആവശ്യം ഇവിടെ സ്വർണ്ണക്കടത്ത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ അത് നമുക്ക് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ജനകീയ അല്ലെങ്കിൽ ശോചനീയാവസ്ഥ നമ്മൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റുമാനൂർ നിയമങ്ങൾ കമ്മിറ്റി അടുത്ത ദിവസം 28-ാം തീയതി സമരം നടത്താൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം. ഈ നാണം കെട്ട ഈ ഗവൺമെന്റ് ഈ നാണം കെട്ട ഈ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങൾ എവരുടെയും വലിയ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി.